തോമസിന്റെ ആനക്കമ്പം അറിയാവുന്ന ഒരാൾ ഉള്ള കാശിന് ഒരാനയെ തരപ്പെടുത്തി കൊടുത്തു. കേശവൻ എന്നായിരുന്നു ആ ആനയുടെ പേര്. പുകഴ്പെറ്റ പേരായിരുന്നെങ്കിലും ആന അത്ര നല്ല ആനയായിരുന്നില്ല. ജന്മനാ ഉള്ള ചില വൈകല്യങ്ങൾ, കുഴപ്പങ്ങൾ, അങ്ങനെ പലതും ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം സഹിച്ച് തോമസ് ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം കേശവനെ വളർത്തി. പിന്നെ അതിനുശേഷം അവനെ വിറ്റിട്ട് ബാലൻ എന്ന മറ്റൊരു കുട്ടിക്കൊമ്പനെ വാങ്ങി. ബാലൻ കുഴപ്പക്കാരനൊന്നും അല്ലായിരുന്നു. പക്ഷേ ശ്രീകുട്ടനെ കണ്ടതോടെ തോമസ് ആകെ കൺഫ്യൂഷനിലായി. എങ്ങനെയും ഇവനെ സ്വന്തമാക്കിയേ മതിയാകും. കയ്യിലാണെങ്കിൽ മോഹവില നൽകുവാനുള്ള അത്രയും കാശുമില്ല. ബാലനെ വിൽക്കുകയാണെങ്കിൽ കയ്യിലുള്ള കാശും കൂടിയിട്ട് ശ്രീകുട്ടനെ വാങ്ങാം. എന്നാൽ വലിയ കുഴപ്പക്കാരനൊന്നുമല്ലാത്ത ബാലനെ വിറ്റൊഴിയുന്നതിൽ വിഷമവും ഉണ്ടായിരുന്നു. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിരിക്കുന്നത് കളയാനും വയ്യ എന്ന ധാർമ്മിക പ്രതിസന്ധി. ഇത്തരം അവസരങ്ങളിൽ സ്വന്തം യുക്തി തന്നെയാണ് വലുത്. എത്ര വലിയ മാനേജ്മെന്റ് വിദഗ്ധന്റെ ഉപദേശം തേടിയിട്ടും കാര്യമില്ല. അത് തന്നെ തോമസും ചെയ്തു. മനസ്സിൽ കൂട്ടിയും കുറച്ചും നോക്കിയിട്ട് ഒടുവിലൊരു തീരുമാനത്തിലേക്ക്. ബാലനെ വിറ്റ് ശ്രീകുട്ടനെ വാങ്ങാം. അതെ, ആ തീരുമാനം ഒട്ടും തെറ്റായിരുന്നില്ല എന്ന് ഈ കാലം തെളിയിക്കുകയാണ്. അതുപോലെ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ എല്ലാവരെയും വളരെ കൃത്യമായിട്ടാണ് എനിക്കറിയാം. ഈ വീട്ടിലെ ആളുകളെയും ഇതിനെ കൊണ്ടായിരുന്ന ആളുകളെയും ഒക്കെ വളരെ കൃത്യമായിട്ട്. അതുപോലെ തന്നെ ഒരു വർഷം മുമ്പ് ഒരു കെട്ടുന്തറയിൽ കെട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വഴി കൂടെ പോകുമ്പോൾ ആരും കൂടെ നോക്കിയിട്ടേ പോകത്തുള്ളൂ. ഇത്രമാത്രം ഓർമ്മശക്തിയുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പണിക്ക് പോയിട്ട് കെട്ടിയിട്ട് പോകുമ്പം കെട്ടുന്തറയിൽ ഒരു പ്രാവശ്യം കെട്ടിയിട്ടുണ്ടെങ്കിൽ ആനെ അവിടെ തിരിഞ്ഞ് അവിടെ ഒന്ന് നോക്കും. അത് പിന്നെ വെള്ളത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. ആർക്കും വേണമെങ്കിലും ഞാനുമാണെങ്കിലും എൻ്റെ മുകളിൽ കയറി കൊണ്ടുനടക്കാറുണ്ട്. മുകളിലും താഴെയൊക്കെ ആൾക്ക് ഒരുപാട് പറയാം. പിന്നെ ഇതാണ് എപ്പോഴും സ്നേഹത്തോടുകൂടി മുട്ടിയും ഉരുമിയൊക്കെ കൂടത്ത് നിൽക്കുക. അതിപ്പോൾ എന്നോടൊന്നല്ല, ആര് ചെന്നാലും കൂടുതൽ മുട്ടി ഉരുമി പുള്ളിക്ക് നിൽക്കണം. കടത്തിൻ്റെ ചെന്നാലും അവിടെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കാനാണ് പുള്ളിക്ക് താല്പര്യം. എന്നേലൊക്കെ കിട്ടുക, മേടിക്കുക, തിന്നുക, അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല. പിന്നെ ഞാനിത് മേടിച്ചാൽ പിന്നെ 2 ഇഞ്ചോളം ആന വീണ്ടും പൊങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക ലാഭത്തിനല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ പാപ്പാനാണേലും വളരെ നല്ല രീതിയിൽ ആനയെ നോക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു ഇത് കുഴപ്പം പുള്ളിക്കില്ല. ഇപ്പം അങ്ങനെ കൊണ്ട് പോകുന്നുണ്ട്. 22 വയസ്സിൻ്റെ കൗമാരത്തിൽ കളിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ശ്രീകുട്ടൻ്റെ ദേശം ആസാമാണ്. എപ്പോഴും മഴയുടെ നേർത്ത സൗന്ദര്യം അമൃത നിർച്ഛരി പോലെ പെയ്തിറങ്ങുന്ന കാടുകളിലൊന്നിൽ ഇവൻ പിറന്നു വീണു. 10 വയസ്സ് തികയുന്നതിന് മുന്നേ നാടും ഊരും ഉപേക്ഷിച്ച് പലായനം തുടങ്ങി. സോൺപൂർ മേളയിൽ നിന്നും ഇവനെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നത് കൊല്ലംകാരനായ പുത്തൻകുളം ഷാജിയാണ്. ആരെയും ആകർഷിക്കുവാൻ പോകുന്ന ആകാരഭംഗി അന്നു മുതലേ ഇവനുണ്ടായിരുന്നു. കുട്ടിക്കൊമ്പൻ്റെ കുസൃതികൾക്കൊപ്പം ആനപ്രേമികൾ ഇവൻ്റെ ആകാരവടിവിലും നോട്ടമിട്ടു. കറുത്തുരുണ്ട ശരീരമിളക്കി ഇവൻ പലരിലും ആശ പടർത്തി. മോഹവിലയുമായി ഷാജിയെ നിരവധി പേർ സമീപിച്ചെങ്കിലും ഇവനെ കരസ്ഥമാക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് മട്ടാഞ്ചേരിക്കാരനായ കൃഷ്ണഭട്ടിനായിരുന്നു. കൃഷ്ണഭട്ട് എറണാകുളത്തെ തിരുമല ക്ഷേത്രത്തിൽ ശാന്തിയായിരുന്നു. കൃഷ്ണഭട്ട് ഇവനെ തിരുമല ഗണപതി എന്ന് പേരിട്ട് വിളിച്ചു. കൃഷ്ണഭട്ടിൻ്റെ ഉടമസ്ഥതയിൽ ഇവൻ 4-5 വർഷം കഴിഞ്ഞു. അക്കാലത്ത് എറണാകുളത്തുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പറയെഴുന്നള്ളത്തിന് ഇവൻ പോകുമായിരുന്നു. കുട്ടിയാനകൾക്ക് പ്രിയമേറുന്ന പറയെഴുന്നള്ളത്തുകളിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയനായി മാറി ഇവൻ. അങ്ങനെ തുടരവെയാണ് മാവേലിക്കരയിലേക്ക് മാറ്റമുണ്ടാകുന്നത്. അവിടെ ഒരു തടിമില്ലിലായിരുന്നു പ്രവർത്തനം. KR ബാബുവിൻ്റെ ഉടമസ്ഥതയിലുള്ള സൗത്ത് ഇന്ത്യൻ ടിമ്പേഴ്സിൽ ഇവൻ ഉത്സാഹത്തോടെ പണിയെടുത്തു. ഒരിക്കൽ വിറ്റൊഴിഞ്ഞ ആനയെ മോഹവില കൊടുത്താലും വേണ്ടില്ല, ഒന്ന് മടക്കി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവർ പൊതുവെ കുറവാണ്. എന്നാൽ സൗത്ത് ഇന്ത്യൻ ടിമ്പേഴ്സ് ഉടമ ശ്രീ KR ബാബുവിന് ശ്രീകുട്ടനെ മടക്കി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന വിചാരമാണിപ്പോൾ. ശ്രീകുട്ടൻ പടിയിറങ്ങിയപ്പോൾ ശരിക്കും ബാബുവിന് തൻ്റെ ഐശ്വര്യമാണ് കൂടെ ഇറങ്ങിപ്പോയതെന്ന തോന്നലാണ്. ഈ ആനഫീൽഡുമായിട്ട് വന്നപ്പോൾ ഒത്തിരിയും ആളുകളെ, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒത്തിരി ആളുകളെ നല്ല സുഹൃത്തുക്കളായി കിട്ടിയിട്ടുണ്ടായാലും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ട ശിവജി, നടക്കിലെ വർക്കിച്ചേട്ടൻ, അഡ്വക്കേറ്റ് മഹേഷ്, ഇവരെല്ലാവരും ഈ ഒരു കാര്യത്തിൽ വളരെയധികം നല്ല സഹകരണവും ഒക്കെ എന്നോട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ആളുകളെ ഇതുപോലെ ഫ്രണ്ട്ഷിപ്പിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യവസായത്തിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാ സ്ഥലത്തും ആന എഴുന്നള്ളിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ എല്ലാ ഉടമസ്ഥന്മാരും തമ്മിൽ കാണാറുണ്ട്. എല്ലാവരും പരസ്പരം അങ്ങോട്ട് സഹകരിച്ചും എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുമൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്.
പിന്നെ ഈ ആന മേടിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ആന വടക്കുള്ള ആന വിറ്റതിന് ശേഷം ഞങ്ങൾ മാവേലിക്കര ഒരു മില്ലിൽ ഒരു ആന നിൽപ്പുണ്ടോ എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ചെന്നിട്ടും ആന തരുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടതാണ്. അവസാനം ഞാനും ശിവജിയും നടക്കി വർക്കിച്ചേട്ടനോട് ചെന്ന് വെറുതെ വർക്കിച്ചേട്ടൻ എന്നാന്ന് കയറി ചോദിക്കാമെന്ന് ചോദിച്ചപ്പോഴാണ് തന്നേക്കാമെന്ന് പറഞ്ഞത്. കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് പോയതല്ല, വെറുതെ ആന പോയപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചതാണ്. അത് എനിക്ക് തന്നതിന് ശേഷം അവർ ആന തിരിച്ച് വേണം എന്നെ അവർ കാണാൻ വേണമെന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ എന്നായാലും അത് വളരെ ദൈവാനുഗ്രഹം കൊണ്ട് പലരും ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാതെ തന്നെയാണ്. ഞങ്ങൾ തന്നെ 3 പ്രാവശ്യം ചോദിച്ചിട്ട് തന്നില്ല. അതിനുശേഷം ഒരു പ്രാവശ്യം യാദൃശ്യമായിട്ട് പെട്ടെന്ന് കിട്ടി.